വേസ്റ്റ് കത്തിക്കാൻ വേണ്ടിയിട്ടേ അൽഫാം കൂടിൻ്റെ പോലെ ഒരു സംഭവം സെറ്റ് ചെയ്താണ്. അത് സംഭവം നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സിസ്റ്റം ഉണ്ട്. വാങ്ങാൻ കിട്ടുന്ന സിസ്റ്റത്തിന് അടിയിൽ ടാങ്ക് ഉണ്ടാവില്ല. ഇതിപ്പോൾ കണ്ടോ കത്തുന്നുണ്ടല്ലോ, ഈ സംഭവം ഇങ്ങനെ കത്തും. അടിയിലൊരു ഫാൻ കൊടുത്തിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഒരു തരി പുക പുറത്തേക്ക് വരില്ല. കണ്ടില്ലേ, ഈ അടിയിലുള്ള ടാങ്ക് ഒരു 8 റിങ് 9 റിങ് താഴത്തേക്കുള്ളതാണ്. അപ്പോൾ അത്രയും വലിയൊരു റിങ് താഴത്തോട് ഇവിടെ ഒരു ഫാൻ കൊടുത്തിട്ട് പുക മേലേക്ക് പോകണുണ്ടല്ലേ. ഇനി ഇതൊരു 4 അടിയും കൂടി ഇതിൻ്റെ മേലേക്ക് ഇത് കൊണ്ടുപോകും, മറ്റേ പൈപ്പിൻ്റെ നീളം. ഇനിയിപ്പോൾ നമ്മളെ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ നിങ്ങൾ സെറ്റ് വരുമ്പോഴെന്നുള്ള അത് അല്ലെങ്കിൽ അത് ഇളക്കം വരും. ഇപ്പം നമുക്ക് 20 അടി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നന്നായിട്ട് കത്തും ചെയ്യും. ഇതിങ്ങനെ ഒരു കൂടടിച്ചിരിക്കുകയാണ്. ഈ കൂട് കണ്ടോ, ഈ അടിയിലെ റിങ്ങിൻ്റെ മുകളിൽ പകുതി സ്ലാബ് ഇട്ടിട്ട് പകുതി ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് കാണിച്ചു തരണമെങ്കിൽ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാ ഈ കത്തുന്ന സാധനം ഈ ആ കത്തിക്കാൻ വെച്ച പ്ലേറ്റ് ഇതാ ഇതുമേലാണ് വർക്ക് ചെയ്യുന്നത്. ഇതാ ഈ സംഭവത്തിൽ മേലത്തെ കേബിൾ പോകുന്നുണ്ട്. ഈ ലിവർ ഇങ്ങോട്ട് മേലോട്ട് പൊക്കിയാൽ ആ കത്തുന്ന ആ പ്ലേറ്റ് താഴത്തേക്ക് വീഴും. അപ്പോൾ ഈ കത്തിയ സാധനങ്ങൾ മൊത്തം നമുക്ക് താഴത്തേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഫുഡ് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഫുഡ് വേസ്റ്റൊക്കെ അത് ഈ ലിവർ മേലോട്ട് പൊക്കി വെച്ചാൽ ആ സാധാ പോലെ ഫുഡ് വേസ്റ്റ് താഴെ കുഴിയിലേക്ക് ഇടാൻ പറ്റും. എന്നിട്ട് കത്തിക്കേണ്ട എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഈ ലിവർ താത്തുക. ലിവർ താത്തുമ്പോൾ ആ മേലെക്കൂടി വന്ന് കേബിൾ ഉള്ളിൽ വന്ന് ആ പ്ലേറ്റ് പൊങ്ങി വെക്കും. അതിലിട്ട് കത്തിച്ചാൽ സംഭവം. ഞാൻ ഒരു പൈപ്പ് കൊടുത്തിട്ട് വിജയിച്ചില്ല. അപ്പോൾ എങ്ങനെ പിന്നെ പുക തള്ളുകയാണ്. അപ്പോൾ രണ്ടാമതൊരു പൈപ്പ് ഇന്നലെ ഫിറ്റാക്കിയ. അപ്പോൾ ഏതാണ്ട് 100% വിജയം തന്നെ പറയാം. സംഭവം കണ്ടില്ല കത്തുന്നത്. ഈ വാതിൽ അടച്ചു വെച്ചാലും ടോപ്പായിട്ട് കത്തും. ഒരു തരി പുകൻ്റെ ഒരു ശല്യം ഈ പരിസരത്തില്ല. സംഭവം ഇനി ക്ലിക്കായി എന്ന് തന്നെ പറയാം.